ഭാസ്കരൻ മാഷ്ട പാട്ടിനെ തന്നെ വീണ്ടും പറയാണ്. ഇപ്പം വള്ളുവനാട്ടിലെ സുന്ദരി പെണ്ണിന് കല്ലടിക്കോട്ടുന്ന് കല്യാണം, കിള്ളിക്കുരിശിയിൽ വരവേൽപ്പ്, മായന്നൂർ കാവിൽ പാവക്കൂത്ത്. അപ്പോൾ ഇത് ഞാൻ ഹരിയേട്ടൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ജോഗ്രഫി, വെറുതെ വാക്കുകളല്ലെങ്കിൽ ഒരു ജോഗ്രഫിയും കൂടെ ഉണ്ടാവുന്നുണ്ടെന്ന്. ഞാൻ ഇന്നത്തെ ഒരു ഇതിലേക്ക് വരുമ്പോഴേ ഇതേപോലെ ജോഗ്രഫി തൃശ്ശൂർ മുഴുവൻ റൗണ്ടാണ്. തൃശ്ശൂരിലെ ആളുകളും അത് കേട്ടിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ അതൊരു വേറൊരു തരത്തിലുള്ളൊരു ജോഗ്രഫി ഉണ്ടാക്കലാണല്ലോ. പല തരത്തിൽ ഇതിങ്ങനെ മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പദങ്ങൾ പാട്ടിൽ വരുമ്പം, ഇപ്പോൾ സുഹേൽ കോയയുടെ ഒക്കെ പാട്ടിൻ്റെ പേര് ഹരിയേട്ടൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വൈവിധ്യം നേരത്തെ ഉണ്ടായതിൻ്റെ ഒരു സ്വഭാവം മാറിയത് വേറൊരു തരത്തിൽ വീണ്ടും വരുന്നുണ്ട്. ഇപ്പം ആപ്പിളൊത്ത കവിളിൽ ഗോൾഡൻ നുണക്കുഴി, അങ്ങനത്തെ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ലേ എങ്ങനെയുള്ള ഒരു വൈവിധ്യം? അതിൽ ഇപ്പം മൃദുലാദേവിയുടെ പാട്ടുകളാണെങ്കിലും എന്താ തോന്നിയിട്ടുള്ളത് ആ ഒരു വൈവിധ്യം ഭാഷയിലും? ഈ മൃദുലാദേവിയുടെ പാട്ടുകളൊക്കെ വരുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെ പാട്ടുകൾ അതിലേക്ക് ഒരു കുടമ്പാര് എന്ന് പറയുന്ന പാട്ടിലൊക്കെ ഒരു വിഭാഗത്തിൻ്റെ പാട്ട് കൊണ്ടുവരികയാണ്. എനിക്ക് തോന്നുന്നു PV ഷാജികുമാർ പറ്റിയാണ് ഒരിക്കൽ പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. രണ്ട് രീതിയിൽ ഇതിന് ഉത്തരം പറയണം. ഒന്ന് പറയാം, ഈ നമ്മൾ ഇവിടെയുള്ള മലയാളം കേൾക്കുമ്പോൾ, സിനിമയിൽ എഴുതിയ മലയാളം കേൾക്കുമ്പോൾ കാസർഗോഡ് ഇരിക്കുന്ന ഒരാൾക്ക് ഇത് ഞങ്ങൾ പറയുന്ന മലയാളമല്ല എന്ന് തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ മഴയല്ല എൻ്റെ മഴ എന്ന് മോസിൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയമാണ്, കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ ഭാഷ എന്ന് പറയുന്നത് 4 നാഴിക ചെന്ന് കഴിഞ്ഞാൽ ചേക്കയിൽ നിന്ന് ആക്കും മാറും എന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഭാഷയും മാറും, ഈ ചേക്ക കൂട്ടുന്ന, അതായത് സംസ്കരിക്കാൻ ഉപയോഗിക്കുന്ന അതും മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ മാറുന്ന പല വൈവിധ്യങ്ങളുള്ളതാണ് നമ്മുടെ നാട്. ആ വൈവിധ്യങ്ങളൊക്കെ ഒരു മുഖ്യധാരയിലേക്ക് വരിക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത് വലിയൊരു കാര്യമാണ്. എല്ലാവർക്കും അതിലേക്ക് അത് നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അത് വരുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് നിന്നുള്ള സിനിമകൾ വരുന്നു, ഇപ്പോൾ കൊല്ലത്ത് നിന്നുള്ള സിനിമകൾ. അതിനൊരു പ്രാദേശികവാദത്തിലപ്പുറം അത്തരം ഡയലക്റ്റുകൾ, അത്തരം യൂസേജസൊക്കെ വരികയല്ലേ. അത് വളരെ നല്ല കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇംഗ്ലീഷാണെങ്കിലും നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് തന്നെ ഒരുപാട്, ഇപ്പോൾ നമ്മുടെ ഭാഷയിൽ തന്നെ തമിഴിൽ നിന്നുണ്ടാവാം, ഇംഗ്ലീഷിൽ നിന്നുണ്ടാവാം, സംസ്കൃതത്തിൽ നിന്നുണ്ടാവാം, ഹിന്ദിയിൽ നിന്ന്, പോർച്ചുഗീസിൽ നിന്ന്, ഫ്രഞ്ചിൽ നിന്നുണ്ടാവാം, അറബിക്കിൽ നിന്നുണ്ടാവാം, പേർഷ്യൻ ലാംഗ്വേജ്. ഇതിന്നൊക്കെ ആഗിരണം ചെയ്ത കൊണ്ടുവന്ന വാക്കുകളാണ് നമുക്കുള്ളത്. നമുക്ക് അങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട്, വേറെ ആർക്കും ഇല്ലാത്ത. ഇപ്പോൾ തമിഴിൽ നോക്കൂ, നമ്മൾ മൊബൈലിന് അവർ കൈപ്പേശി എന്ന് പറഞ്ഞിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ നമ്മുടെ ഒരു മലയാളമായിട്ട് മാറുകയാണ് ചെയ്തത്. അങ്ങനെ മലയാളം മാറുന്നുണ്ട്. അപ്പോൾ അതിനെ അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്. എനിക്ക് ആദ്യമൊക്കെ തോന്നിയിരുന്നു കേട്ടോ. ഞാൻ 2010 വരുന്ന സമയത്തൊക്കെ ഈ ഏതോ ഒരു തമിഴ് പാട്ട് ഇപ്പോൾ എനിക്ക് പറയാൻ ഓർമ്മ വരുന്നില്ല. ഈ ആകാശത്ത് ഈ മറ്റേ ദോശത്തട്ടിൽ ഈ ഓംലെറ്റിന് ഒഴിച്ച പോലെ ആകാശത്ത് ചന്ദ്രൻ എന്ന് പറയുന്നത്. അത് പക്ഷേ അന്ന് നമുക്ക് അതൊരു പ്രേമഗാനത്തിൽ പറ്റുമോ എന്നുള്ളത് തോന്നിയിരുന്നു. പക്ഷെ അതിനെ തിരുത്തുകയാണ് സുഹൈലൊക്കെ. ചായപാനി തട്ടിയിലെ റോഡരികെ തുടിപ്പഞ്ചാരി കൊട്ടിയിലെ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു മൂവ്മെൻ്റാണ്. അതിനെതിരെ കണ്ണടക്കിയല്ല വേണ്ടതെന്നാണ് എൻ്റെ ഒരു പക്ഷം. അത് നമ്മുടെ സ്പെക്ട്രം വലുതാവുകയാണ്, പല രീതിയിൽ ചിന്തിക്കുന്നവർ വരികയാണ്. അപ്പോൾ അതിനും അതിൻ്റേതായുള്ള സൗന്ദര്യമുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്കൊക്കെ ഓരോ മനുഷ്യനും ഓരോ സ്പെക്ട്രം ഉണ്ടാവും, ഇല്ലേ? ചിന്തയ്ക്ക്, ഇഷ്ടത്തിന് ഒക്കെ ഒരു സ്പെക്ട്രം ഉണ്ട്. ആ സ്പെക്ട്രത്തിൻ്റെ പുറത്ത് നിൽക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുകയാണ്. അത് എനിക്കുണ്ടാവും, നജ്മയ്ക്കുണ്ടാവും, ഈ നിൽക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാവും. അവരുടെ സ്പെക്ട്രം വേറെ ആയിരിക്കും. ആ സ്പെക്ട്രത്തിനകത്ത് വന്നതേ നമുക്ക് ഇഷ്ടമാവുള്ളൂ. പക്ഷേ ആ സ്പെക്ട്രത്തിന് പുറത്തുള്ളതും അതിലും എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ് വേണ്ടത്. പിന്നെ ഈ പഴയത് പുതിയത് അങ്ങനത്തെ അതിലൊന്നും എനിക്ക് ഇതില്ല. നമുക്ക് ഇഷ്ടമുള്ളത് അതിലൊരു രസം നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ നോക്കൂ, ഇത്ര അടുത്ത കാലത്ത് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്ന പോലെ ഒരു രാഷ്ട്രീയം ഒരു പാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? അതിനെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണ്ടേ? അപ്പോൾ അങ്ങനത്തെ പുതിയ എഴുത്തുകൾ ഒരുപാട് പ്രതീക്ഷ തരുന്ന എഴുത്തുകളാണ്, ഒരു സംശയവുമില്ല.